Assalamu alaikum friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗ് കൊണ്ടോ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ, ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതാ കുറേ ഫ്രൂട്ട്സ് കാണുന്നത് കണ്ടില്ലേ? അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചോളൂ എന്തായിരിക്കും സാധനം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് യൂട്യൂബിലെല്ലാം ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന മിറർ ഗ്ലേസ് കേക്ക്, അതായത് ഫ്രൂട്ട് ജെല്ലി കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് ജെല്ലി കേക്ക്. കണ്ടില്ലേ? ഫുൾ മിറർ ഗ്ലേസിംഗ് ആയിട്ടിരിക്കുന്നത്. ഈ കേക്ക് ഉണ്ടാക്കാൻ ഞാനാണെങ്കിൽ ചൈന ഗ്രാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വെറും രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് കാണണ്ടേ? അപ്പോൾ ഈ വീഡിയോയ്ക്കുള്ളിൽ പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലിൽ ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം കേട്ടോ. ഞാനിതൊരു പണിവാളിയ വീഡിയോ ആവുമെന്നാണ് വിചാരിച്ചത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷേ സക്സസ് ആയി. എനിവേ, അപ്പോൾ നമ്മൾക്ക് വീഡിയോയ്ക്കുള്ളിൽ പോവാം. അപ്പോൾ ഈ ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ? ഞാൻ അതിന് വേണ്ടിയിട്ട് പല ഫ്രൂട്ട്സുകളെല്ലാം നല്ല ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? പച്ചക്കളർ മുന്തിരിങ്ങ. ഇത് മാത്രമാണ് കേട്ടോ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചത്. ബാക്കി ഈ കാണുന്നതൊന്നും കാശ് കൊടുത്ത് മേടിച്ചതല്ല. ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണെന്നൊന്നും പറഞ്ഞ് ഞാനങ്ങനെ തള്ളുമൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു അറബിയുടെ പറമ്പിലുണ്ടായതാ. അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ബാക്കിയെല്ലാം എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയതാ. ഇത് കണ്ടില്ലേ? വെള്ള കളർ പോമിഗ്രാനൈറ്റ് ആണ് ഇത്. ഒരു കർഷകനായ അറബിയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ വെള്ള കളർ പോമിഗ്രാനൈറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് വേണ്ടത് ജെല്ലിയാണ്. ഞാനിവിടെ ജെല്ലി മേടിച്ചിട്ടുണ്ട്. ഫോസ്റ്റർ ക്ലാക്സിൻ്റെ ജെല്ലിയാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ചൈന ഗ്രാസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് വെച്ചിട്ട് ആദ്യം നമ്മൾക്ക് ജെല്ലി ഉണ്ടാക്കണം അടുപ്പത്ത് വെച്ചിട്ട്. ഇതിലെങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ, അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് നോക്കും, അതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കും. കണ്ടില്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ? 2 കപ്പ് വാട്ടറിൽ 460 ml of boiling water to contents of packet. Stir until completely dissolved. Allowed to set at room temperature. Refrigerate after it cools and sets. അപ്പോൾ 2 കപ്പ് വെള്ളം, അതായത് 460 ml ആ ബോയിലിംഗ് വാട്ടറിൽ വന്നിട്ട് ഈ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. എന്നിട്ട് ഇത് 4 കപ്പായിട്ട് മാറ്റിയിട്ട് 150 ml വെച്ച് സെർവ് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാം. ആദ്യം ജെല്ലി ഉണ്ടാക്കിയിട്ട് അതിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാം. ഓക്കെ? അപ്പോൾ ജെല്ലി ഉണ്ടാക്കാൻ അടുപ്പത്തോട്ട് നമ്മൾക്ക് പോവാം. അപ്പം ഞാനിതവിടെ അടുപ്പത്ത് 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം, ഈ ജെല്ലി ഉണ്ടാക്കുന്ന പൗഡർ. ഓക്കെ? തിളയ്ക്കുന്നത് വരയ്ക്കും കാത്തിരിക്കാം. അപ്പം നമ്മൾക്ക് പൊട്ടിച്ചിട്ട് ഈ പൊടി എങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറീൻ്റെ ജെല്ലിയാണിത്.
അപ്പം നമ്മൾക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല പിങ്ക് കളറിലെ ഒരു ജെല്ലി പൗഡറാണ് സാധനം. ഇതാ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, വെള്ളം എന്താ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ജെല്ലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. നല്ല കളറാവുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് അരിയുന്നത് വരയ്ക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് റോസ് കളറാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ മറ്റേ ഓറഞ്ച് കളറായിട്ടോ മറ്റോ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നേ. ഇപ്പം ഇതെല്ലാം ഒരുവിധം എല്ലാം അലിഞ്ഞിട്ടുണ്ട്, ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നന്നായി തിളച്ചും വരുന്നുണ്ട്. നമ്മൾക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് ചൂടൊന്നും വരണ്ട, കുറച്ച് അങ്ങോട്ട് ചൂടാറട്ടെ. നമ്മുടെ ജെല്ലി ഇതപ്പോൾ കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ജെല്ലി കേക്ക് സെറ്റ് ചെയ്യാം, ഗ്ലാസ് കേക്ക്. ഓക്കെ, അതിനാദ്യം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ്, ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന പാത്രം മതി, അല്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ട്രേയോ ഒന്നും വേണ്ട. ഒരേ വലുപ്പത്തിലുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള ഇത് ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ഇടുക, പിന്നെ കുറച്ച് നമ്മുടെ ജെല്ലി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സെറ്റ് ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇതിപ്പോൾ സെറ്റ് ചെയ്ത് തീരാറായിട്ടോ. ഫ്രൂട്ട്സ് എല്ലാം തീരാറായി. മേലെ കുറച്ചും കൂടി ജെല്ലി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലല്ല ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് ഫ്രീസ് ആകുമ്പോഴാണ് കേക്ക് സെറ്റ് ആവുക. അപ്പം ഇതാ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ജെല്ലി കേക്ക് സക്സസ് ആയോന്നറിയില്ല കേട്ടോ.
ഇൻഷാ അല്ലാ സക്സസ് ആയിരിക്കുന്ന നമ്മൾക്ക് വിശ്വസിക്കാം. നമ്മൾക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാവേ. വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ബിക്കോസ് വീഡിയോ പിടിക്കാൻ വേറെ ഒരാളില്ല. അപ്പം ഇതാ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മളുടെ ഫ്രൂട്ട്സ് ജെല്ലി കേക്ക് റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, നോക്കിക്കോ. വാവ്, ഗ്ലാസ് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. യൂട്യൂബിൽ ട്രെൻഡിങ് ആയ ഗ്ലാസ് കേക്കാണ്. ശരിക്കും ഞാനത് സക്സസ് ആവില്ലെന്നാണ് കേട്ടോ വിചാരിച്ചത്. പണിപാളി സോങ് ഇട്ടിട്ട് ഇനി വീഡിയോ ഇടേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എനിവേ ഫൈൻ. അപ്പം നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. മുറിച്ച് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. മുറിച്ച് കാണിക്കാം. സക്സസ് ആവുമോയെന്നറിയില്ല കേട്ടോ. നമ്മൾക്ക് എനിവേ മുറിച്ച് നോക്കാം. എവിടെ നിന്ന് മുറിക്കും? അയ്യോ, പണി പാളുമെന്ന് തോന്നുന്നു. ഇല്ല, മുറിക്കൽ നടക്കില്ല കേട്ടോ. അയ്യോ, പണിപ്പാളി. യോ നടക്കില്ല നാടകം. അപ്പോ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.